ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാൻ വിളിച്ചാണോ? പ്ലാമൂട്ടിലെ യോഹന്നാന്റെ സന്തതിയല്ലേ? അങ്ങനെ ഇങ്ങനെയൊന്നും നിന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. നീയായിട്ട് അതിനിറങ്ങി പുറപ്പെടുകയില്ല. എന്നെ അവര് പിടിച്ചോണ്ട് വന്നിട്ട് എന്ത് ചെയ്തെന്നെങ്കിൽ നിനക്കൊന്നും തിരക്കായിരുന്നു. നിന്നെ പിടിച്ചോണ്ട് പോയത് നിന്റെ ആങ്ങളയല്ലേ? പിന്നെ വില്ലന്റെ മകളെ നായകൻ പ്രേമിക്കുമ്പോ അടിയിടിയൊക്കെ ഉണ്ടാവും. അതൊക്കെ സഹിക്കാൻ തയ്യാറായ മാത്രമേ പ്രേമം വിജയിക്കൂ. അതുകൊണ്ട് അത് വിട്. ഇപ്പൊ നിന്റെ അവസ്ഥ എന്താ? പരിതാപകരമാണോ? പരിതാപകരമാണെങ്കിൽ അല്ല, ഞാൻ വന്ന് വിളിച്ചാ നീ വരുവോ? എന്തിന്? എടി പോത്തെ, എന്റെ കുട്ടികളുടെ അമ്മയാവാൻ നീ വരുവോ എന്നാണ് ചോദിച്ചത്. എന്റെ കുട്ടികളുടെ അമ്മയാവാൻ നീ വരുവോന്ന്. ഇതിനുള്ള മറുപടി ഞാൻ ഇവളോട് പറയണോ അതോ നിന്നോട് പറയണോ? അല്ലെങ്കിൽ വേണ്ട, ഇവളെ കൊണ്ട് തന്നെ ഇതിന്റെ മറുപടി ഞാൻ പറയിക്കാം. പറയടി, അവനുമായി നിനക്കിനി ഒരു ബന്ധമില്ലെന്ന് പറയാൻ പറയടി. കേട്ടോടാ, അവളുടെ കർണം പുകച്ചൊന്ന് കൊടുത്തതിന്റെ ശബ്ദം നീ കേട്ടല്ലോ. ഇതുപോലെ ഓരോ മണിക്കൂർ ഇടവിട്ടും ഇവളെ നിന്നിൽ നിന്ന് പറിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞങ്ങള്. ഇവള് മാറുന്നവരെ, നിന്നെ ഇവള് മറക്കുന്നവരെ ഞാൻ ഇവളെ ഇങ്ങനെ തല്ലിക്കൊണ്ടേയിരിക്കും. ബാധ ഒഴിവാക്കുന്ന ഒരു പരിപാടി നീ കേട്ടിട്ടുണ്ടോ? നീ ഇപ്പോ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു കയറിയ ഒരു ബാധയാ. അത് ഒഴിവാക്കാൻ ചൂരല്ല നല്ലത്. ചൂരയില്ലാത്തോണ്ട് ഞാൻ കൈവച്ചെന്നേ ഉള്ളൂ. ആരടാ ഫോണില്? ആ മാണിക്കത്തെ ശിവനാ. എന്താടാ അവന്റെ പ്രശ്നം? അവന് ഇപ്പൊ ഇവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോണോന്ന്. അവന്റെ കുട്ടികളുടെ അമ്മയാക്കാൻ വേണ്ടി. അത്രയ്ക്ക് തിളച്ചിരിക്കുകയാണോ അവൻ? എന്നാ പിന്നെ ആ ഫോണിങ് തന്നെ രണ്ടെണ്ണം എന്റെ വായിന്നൂടി കേൾക്കണമെന്ന് അവൻ ശാഠ്യം പിടിച്ച പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഫോണിങ് തന്നെ ഇങ്ങ തന്നെ. എടാ കൊച്ചനെ,